നീ എങ്ങോട്ട് പോവാടി? എനിക്കെന്റെ മോളെ ഒന്ന് കാണണം. എല്ലാ ദിവസവും പോയി മോളെ കാണുന്നുണ്ടല്ലോ. പിന്നെ ഇവിടുത്തെ ജോലിയൊക്കെ ആരെയൂടെ? ജോലിയെല്ലാം ഒതുക്കി വെച്ചിട്ടാ ഞാൻ പോകുന്നത്. ജോലി മാത്രമല്ല, ഇവിടെയുള്ള എല്ലാരെയും നീ ഒതുക്കി ഒരു മൂലയെ വെച്ചിരിക്കുക. എന്തായാലും നീ ഇന്ന് അവളെ കാണാൻ പോകുന്നില്ല. അത് പറയാൻ അമ്മയ്ക്കെന്താ അധികാരമുള്ളത്? അമ്മയാകാൻ പോകുന്ന എന്റെ മോളെ എനിക്ക് കാണണം. അവൾക്ക് വേണ്ടതൊക്കെ വെച്ചുണ്ടാക്കി കൊടുക്കുകയും വേണം. കൊടുത്തോടത്തോളം ഒക്കെ മതിയടി. ആ കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്ന് നിനക്കറിയാമോ? അറിയാമോടി? അച്ഛനില്ലാത്ത ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ പോകുന്ന ഒരുത്തിക്ക് എന്തിനാടി അവൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടായിക്കൊണ്ട് കൊടുക്കുന്നേ? എന്തിനാ അവളെ എന്നൊന്നും കാണാൻ പോകുന്നത്? അതെന്റെ ഇഷ്ടം. എന്റെ മോള് പ്രസവിക്കാൻ പോകുന്നത് എന്റെ പേരക്കുട്ടിയാ. ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ എന്റെ മോള് ജന്മം നൽകണം. അതിനുവേണ്ടി എന്റെ മോൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ കൊടുത്തേ പറ്റൂ. മര്യാദക്കകത്തേക്ക് കയറി പോവാനാ നിന്നോട് പറഞ്ഞേ. എന്റെ വാക്ക് ധിക്കരിച്ച് നീ അവളെ കാണാൻ പോവാണെങ്കിൽ പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വരണ്ട. ഇതേ എനിക്കും കൂടി അവകാശപ്പെട്ട വീടാ. ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതുപോലൊക്കെ ചെയ്യും. ഇവിടേക്ക് വരണ്ടാന്ന് പറയാനുള്ള അവകാശമൊന്നും അമ്മയ്ക്കില്ല. പിന്നെ അമ്മയ്ക്ക് സ്വന്തമായിട്ടൊരു വീടുണ്ടല്ലോ, അമ്മയുടെ തറവാട്. അവിടേക്ക് ഞാൻ വരണ്ടാന്ന് അമ്മയ്ക്ക് ധൈര്യത്തോടെ പറയാം. ഈ വീട്ടിൽ പ്രതാപേട്ടനുള്ള എല്ലാ അവകാശവും എനിക്കുണ്ട്. കേട്ടോടാ പ്രതാപ ഇവിടെ പറയുന്നേ? കണ്ണി കണ്ടവന്റെ ഒക്കെ പിന്നാലെ നടന്ന് പേരുദോഷം കേൾപ്പിച്ച ഒരുത്തെ കാണാൻ പോകരുതെന്ന് ഞാൻ പറഞ്ഞപ്പോ ഇവള് എന്നോട് പറഞ്ഞ ഭാഷയാണ് നീ ഇപ്പൊ കേട്ടത്. അമ്മ നിന്നെ ഇവിടുന്ന് പോവാൻ വിലക്കിയിട്ടുണ്ടെങ്കിൽ നീ ഇനി ഒരടി പോലും മുമ്പോട്ട് വെക്കാൻ പോകുന്നില്ല. ഞാൻ എന്റെ മോളെ കാണാനായിട്ട് പോകാൻ ഇറങ്ങിയതാണെങ്കിൽ ആർക്കും എന്നെ തടയാൻ പറ്റില്ല. ഞാൻ പോയിരിക്കും. നീ പോകൂ? പോകൂടി. ഒരുത്തന്റെ ബൈക്കിൽ ലോറി ഓടിച്ച് കയറ്റിയത് ഒരു തുറുപ്പ് ചീട്ടാണ്ട് നീ ഇപ്പോഴും കൊണ്ട് നടക്കുക. അതും പറഞ്ഞ് നീയും നിന്റെ മോളും എന്നെ പേടിപ്പിച്ചോണ്ടിരിക്കുക. ആ കഥകളെ ഇനി കണ്ണം വിശ്വസിക്കാത്തടത്തോളം കാലം ആ ഭീഷണി വില പോത്തില്ലടി. മര്യാദക്ക് ഈ വീട്ടിനകത്തങ്ങ് ഒതുങ്ങിക്കോ. നീ എന്താടി ഒരു പുച്ഛം? ഇനി എന്റെയോ അമ്മയുടെയോ അനുവാദമില്ലാതെ നീ നിന്റെ മോളെ കാണാൻ പോവില്ല എന്ന് മാത്രമല്ല, അവക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവങ്ങളുടെ മുമ്പിൽ പോലും നീ പോവില്ല. അമ്പലത്തിലെ പൂജാരിയെ കാണാൻ പോലും ഇനി അവസരം ഉണ്ടാവില്ലെന്നാണ് നിന്റെ കെട്ടിയവൻ നിന്നോട് ഇപ്പൊ പറഞ്ഞത്. അമ്മയായി പോയി. അതുകൊണ്ടാ ഇതിനൊന്നും എനിക്ക് മറുപടി പറയാൻ പറ്റാത്തത്. എനിക്കെന്റെ മോളെ കണ്ടേ പറ്റൂ. അമ്മയങ്ങോട്ട് മാറാൻ നോക്ക്. വന്നപ്പോ നീ അമ്മയോട് മാറി നിൽക്കാൻ പറഞ്ഞു. അവിടെ നിൽക്കാൻ നിന്റെ ഒരു പോക്ക്. അമ്മയെ പിടിച്ച് തള്ളുന്നോ? കിളിത്തട്ട് കളിക്കാതെ അകത്തോട്ട് പോന്നോടി. ഞാൻ പോകും. അകത്തോട്ടല്ല, അങ്ങനെ നീ പോകുന്നു കാണട്ടെ. ഇവളെ വെച്ച് കഴിക്കാൻ പാടില്ലടാ. നിന്റെ കൈയുടെ ചൂടറിയാനുള്ള സമയം കഴിഞ്ഞു പോയടാ. അടിച്ചതിന്റെ കയ്യും കറി ഞാൻ തന്നെ ഓടിക്കും. എന്തെങ്കിലും ചെയ്താലുണ്ടല്ലോ. ഇനി നമ്മുടെ നേരെ ഇവളുടെ നാവ് പൊങ്ങരുത്. ഇനി ഇവള് മോളെ കാണാൻ പോകുമ്പോ ഇന്നത്തെ ദിവസം ഇവൾ ഓർക്കണം. അതോടെ മുന്നോട്ട് നടന്ന കാല് പിന്നോട്ട് വെക്കണം. തല്ലി കൊല്ലടാ ഇവളെ. അവളെ ചവിട്ടി ചമ്മന്തിയാക്കടാ. കൊല്ലവളെ എന്റെ കയ്യെല്ലാം കണ്ടില്ലേ മാതി പറിച്ചു. അമ്മയുടെ
അവള് മോളെ കാണാൻ പോകുന്നു. മോളെ അവിടെ മോള്. അടിച്ച് പിരിക്കടാ, വെച്ചേക്കരുത് അവളെ. ആ